സാർ, അജ്ഞാതൻ വീണ്ടും രംഗപ്രവേശം ചെയ്തു എന്ന് വാർത്ത കേൾക്കുന്നല്ലോ. പാകിസ്ഥാനിലെ പെഷവാറിൽ ഇന്നലെ അജ്ഞാതന്റെ രംഗപ്രവേശം, ശരിയാണോ? അതായത് ജെയ്ഷെ മുഹമ്മദ് അതിൻ്റെ മേധാവി മസൂദ് അസറിൻ്റെ അടുത്ത ബന്ധു ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അടുത്ത ബന്ധു മാത്രമല്ല, ഈ യുവാക്കളെയൊക്കെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. മൗലാന ഖാരി എയ്ജസ് അബിദ് മൗലാനയുമാണ്, മല്ലാക്കയാണ്. ആണ് അജ്ഞാതന്മാര്. രണ്ടജ്ഞാതൻ ബൈക്കിൽ വന്നിട്ട്, അങ്ങനെയാണല്ലോ ഓപ്പറേഷൻ, പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചിട്ട് പോകും. അപ്പോൾ ഖൈബർ പഖ്തൂൺവയിലെ പെഷവറിൽ പട്ടാപ്പകൽ ആയിരുന്നു സംഭവം. ഇങ്ങനെ മറ്റേ മോസ്കിൽ നിന്ന് പുറത്തു വരുമ്പോൾ മോസ്കിൻ്റെ അടുത്ത് വെച്ചിട്ടൊക്കെ ആയിരുന്നു സംഭവം. ഇയാളുടെ സഹായി ഖാരി ഷഹീദിന് പരിക്ക്. ഈ ഇംഗ്ലീഷിൽ 2-3 സ്ഥലത്ത് ഈ ഖാരി എന്ന് ഞാൻ കണ്ടു. ചിലപ്പോൾ ഇത് ഖാസി എന്നാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പള്ളിക്ക് ഖാസി എന്ന് പറയുമല്ലോ. ഈ ആബിദ് എന്ന് പറഞ്ഞയാള് അഹ്ലെ ഈ സുന്നത്ത് വാൽ ജമാഅത്ത് എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആളാണ്. അഖിലെ ഈ സുന്നത്ത് വാൽ ജമാഅത്ത് ASWJ ഷോർട്ട് ഫോം, അതിൻ്റെ അസോസിയേറ്റ്. പിന്നെ ഇന്റർനാഷണൽ ഖാത്തം ഈ നഹുവാത്ത്, അതിൻ്റെ പ്രവിശ്യ മേധാവി. ഖൈബർ പഖ്തൂൺവയിലെ തന്നെ മേധാവിയാണ് ആ സംഘടനയുടെ. ഇന്റർനാഷണൽ ഖാത്തം ഈ നഹുവത്ത്. ഈ 2 സംഘടനയും ഇപ്പൊ പറഞ്ഞല്ലോ, ഈ 2 സംഘടനകളും അങ്ങനെ സംഘടനകളായിട്ട് നമ്മളൊന്നും അറിയുന്നതല്ല. പക്ഷെ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാവുന്നത് ഈ ജെയ്ഷെ മസൂദിന്റെ ഈ പോഷക സംഘടനകൾ, ഈ സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്തിട്ട് ജെയ്ഷെ മുഹമ്മദിന് കൊടുക്കുന്ന പരിപാടി. പലതും ഈ ഭീകരപ്രവർത്തനം കാരണം സംഘടനകൾ നിരോധിക്കുമല്ലോ. അപ്പോൾ വേറെ പേരിൽ പൊങ്ങി വരും സംഘടനകൾ. അപ്പോൾ ഇവര് വേറെ പല സംഘടനകളും ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഹാഫിസ് സയ്യിദും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹാഫിസ് സയ്യിദിന്റെ ലഷ്കർ ഇ തൈബ നിരോധനം ഉള്ളത് കൊണ്ട് അയാൾ വേറൊരു സംഘടന ജീവകാരുണ്യത്തിന് ഉദ്ധവ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി അതുമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ 2 സംഘടനകൾ ഇയാൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് സ്വന്തം നിലയ്ക്ക്. അത് ജെയ്ഷെ മുഹമ്മദിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മോസ്കിന് പുറത്ത് വെച്ചായിരുന്നു ഇത്. അടുത്ത കാലത്ത് വേറൊന്ന് പാകിസ്ഥാനിൽ നടന്നതും ആ ഹർക്കാനി മദ്രസയുടെ പുറത്ത് വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അംഗരക്ഷകരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് മരിച്ചുപോയി. അതെ, ആ ഹർക്കാനി മദ്രസയിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാനിലെ ഭരണാധികാരികളൊക്കെ പഠിച്ചു പോയത്. ഉത്തർപ്രദേശിലെ ദിയോബന്ദി മദ്രസ പോലെയാണ് ഹർക്കാനി മദ്രസ പാകിസ്ഥാനിൽ. അപ്പോൾ ഈ മതപഠനം എന്നുള്ള വ്യാജേന യുവാക്കളെ റിക്രൂട്ട് ചെയ്തിട്ട് തീവ്രവാദികളായിട്ട് ഉപയോഗിക്കുന്ന പരിപാടിയായിരുന്നു ഈ ജെയ്ഷെ മുഹമ്മദിൽ ഇയാൾക്കുണ്ടായിരുന്ന റോള്. പിന്നെ അതായത് തീവ്രവാദികളെ ഉണ്ടാക്കാനുള്ള ഈ ഔട്ട്സോഴ്സിംഗ് ഉണ്ടല്ലോ, ആ ഔട്ട്സോഴ്സിംഗ് ആണ് നടന്നിരുന്നത്. ASWJ ഖാത്തും ഈ നഭ്വാത്ത് എന്ന് പറഞ്ഞ സംഘടനയിലേക്ക്. ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞ പരിപാടി, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇരുവരും ഈ 2 പേരും, ഈ അംഗരക്ഷകനും ഈ കൊല്ലപ്പെട്ട മൗലാന ഏജാസും, അവർ 2 പേരും ഈ ദയോബന്ദി വിശ്വാസമുള്ളവരാണ് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ദയോബന്ദ് മദ്രസയ്ക്കായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ആളുകളായിരിക്കും. ഇയാളുടെ ഈ മസൂദ് അസർ അറിയാമല്ലോ, നേരത്തെ ഇയാൾ കശ്മീരിൽ 1994 പിടിയിലായിരുന്നു. അന്ന് അയാളെ അനന്ത്നാഗിലെ ഘനാബൽ ജയിലിൽ പാർപ്പിച്ചിരുന്നു. അക്കാലത്ത് ഇയാളെ വിടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ തീഹാർ, കോട്ട് ബൽവാൽ ജയിലുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇയാളെ വിടണം എന്ന് പറഞ്ഞിട്ട് 1995 6 ഈ വിദേശ വിനോദസഞ്ചാരികളെ റാഞ്ചിയിരുന്നു ഇയാളുടെ പ്രവർത്തകര്. ഇയാളെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മൗലാന മസൂദ് അസറിനെ.
പക്ഷെ അന്ന് വിട്ടുകൊടുത്തില്ല. അത് പിന്നീടാണ് ഈ ഗാണ്ടഹാറിലേക്ക് വിമാനം തട്ടിക്കൊണ്ടുപോയതല്ലേ, എയർലൈൻസ് ഫ്ലൈറ്റ് തട്ടിക്കൊണ്ടുപോയത് 814. അങ്ങനെ ഇയാളെ മോചിപ്പിച്ചു. ആ കാലത്ത് ഒരു ജൂനിയർ ഓഫീസറായിരുന്നു ധോവലിന് ഇഷ്ടപ്പെടാത്ത ഓപ്പറേഷൻ ആയിരുന്നു. ഈ ഓപ്പറേഷൻ നടന്നില്ലല്ലോ, വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഓപ്പറേഷൻ. അപ്പോ അങ്ങനെ ഇന്ത്യക്ക് അത്യാവശ്യമുള്ള ഒരാളാണ് ഈ മസൂദ് അസർ. മറ്റേ ലഷ്കർ എ തൈബയുടെ അയാളെ പോലെ തന്നെ. അപ്പോൾ ഇയാളുടെ തന്നെ വേറൊരു ബന്ധു പുൽവാമയിൽ 2020 ജൂണിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ പുൽവാമ ആക്രമണങ്ങളൊക്കെ ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ചെയ്തിരിക്കുന്നത്. ആ 40 CRPF ഭടന്മാരൊക്കെ ഒന്നില്ലേ ട്രക്കിൽ പോകുമ്പോൾ ആ ഓപ്പറേഷൻ. അതുകൊണ്ട് ആ ഓപ്പറേഷനിൽ പുൽവാമ ഓപ്പറേഷനിൽ പങ്കുവഹിച്ച ആളാണ് ഇപ്പോൾ ഈ അജ്ഞാതന്മാർ വെടിവെച്ച് കൊന്നിരിക്കുന്ന എയ്ജാസ്. അപ്പം നമുക്ക് പിടികിട്ടാ പുള്ളിയായിട്ട് നിന്നൊരാളാണ് അയാൾ. ഈ അസറിൻ്റെ ഒരു ബന്ധു ഇസ്മയിൽ ഫൗജി ബായ്, ഇയാൾ ജൂൺ 2021 കൊല്ലപ്പെട്ടിരുന്നു. ഈ അസറിൻ്റെ തന്നെ വേറൊരു ബന്ധു എന്ന് പറഞ്ഞാൽ കുടുംബം മൊത്തത്തിൽ ഒരു തീവ്രവാദികളുടെ തറവാട് ആണ്. അപ്പോൾ 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ 40 CRPF ഭടന്മാരെ കൊന്ന സംഭവം. 2018 ഇയാൾ കശ്മീരിൽ വന്നത്, ഈ അസറിൻ്റെ ബന്ധു ഇസ്മയിൽ. 2017 നവംബറിൽ അസറിൻ്റെ ബന്ധു തൽഹ റഷീദിനെ നമ്മുടെ സേന വെടിവെച്ച് കൊന്നിരുന്നു. അപ്പോൾ ഇപ്പൊ പറയുന്നത് 3-ാമത്തെയോ 4-ാമത്തെയോ ആളാണ് ഒരു കുടുംബത്തിൽ തന്നെ കൊല്ലപ്പെടുന്നത്. അതായത് അസറിൻ്റെ ഒരു ബന്ധു തൻഹ റഷീദിനെ നമ്മുടെ സേനകൾ 2017 നവംബറിൽ കൊന്നിരുന്നു. അതിനുശേഷമാണ് ഈ ഇസ്മയിൽ ഫൗജി ബായി അവിടെ വന്നത്. അയാൾ പിന്നെ ജൂൺ 2020 കൊല്ലപ്പെട്ടു. കശ്മീരിൽ ജെയ്ഷെ മുഹമ്മദിനെ നയിച്ചിരുന്നവരാണ് ഇവരെല്ലാം. പുൽവാമ ആക്രമണത്തിന്റെ ആസൂത്രണത്തിലൊക്കെ പങ്കെടുത്തിരുന്നതാണ് ഈ കുടുംബക്കാർ. അസറിന്റെ ബന്ധു വേറൊരാളും ഇതുപോലെ കൊല്ലപ്പെട്ടിരുന്നു കശ്മീരിൽ. ലംബു എന്ന് പറയുന്ന ആള്, ലംബു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അബു സൈഫുള്ള എന്നാണ് അയാളുടെ പേര്, ശരിക്കുള്ള പേര്. പുൽവാമയിൽ 2021 ജൂലൈയിൽ കൊല്ലപ്പെട്ടു. ഇയാളെ കൊന്നതോടുകൂടി ഈ പുൽവാമയിലെ ഒരുമാതിരി ഭീകര ആക്രമണങ്ങൾ അവസാനിച്ചതായിട്ടാണ് നമ്മൾ കരുതുന്നത്, ഇന്ത്യ കരുതുന്നത്. ഈ പുൽവാമ ആക്രമണത്തിൽ ഒരു ചാവേറുണ്ടായിരുന്നല്ലോ, ട്രക്ക് മറ്റേതിലേക്ക് ഇടിച്ചു കയറ്റുന്നത്. അത് ആദിൽ എന്ന് പറഞ്ഞൊരാളായിരുന്നു. ആ ആദിലിനെ പരിശീലിപ്പിച്ച ആളായിരുന്നു ഈ ലംബു. പുൽവാമയിലെ ആക്രമണം നടത്തിയ ആളെ പരിശീലിപ്പിച്ച ആളാണ് ഈ അസറിൻ്റെ കുടുംബക്കാരനായ ലംബു എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കുടുംബത്തിലെ 4-ാമത്തെ ആളാണ് കൊല്ലപ്പെടുന്നത്, അജ്ഞാതൻ. പുൽവാമയിലെ പിടികിട്ടാ പുള്ളിയുമാണ്. പുൽവാമയിൽ 19 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ പലരെയും ഇതിനകം തീർത്തിട്ടുണ്ട്. 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 12 ആണല്ലോ. 5 പേര് ഒളിവിലായിരുന്നു. ഈ ഒളിവിലായ കൂട്ടത്തിൽപ്പെട്ടവരെയൊക്കെയാണ് ഇപ്പം അജ്ഞാതർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുൽവാമയ്ക്ക് പകരം വീട്ടുകയാണ് എന്ന് നമ്മുടെ പങ്കുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഈ RDX, പുൽവാമയിലേക്കുള്ള RDX വന്നത് പാകിസ്ഥാനിൽ നിന്നായിരുന്നു അന്ന്. അപ്പോൾ ഈ ഹാഫിസ് സയ്യിദിൻ്റെ ഒരു അനുയായി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. ഹാഫിസ് സയ്യിദ് അല്ലേ, പരിക്കേറ്റ ആശുപത്രിയിലാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഹാഫിസ് സയ്യിദിൻ്റെയും മസൂദ് അസറിൻ്റെ ഒക്കെ അടുത്തേക്ക് അജ്ഞാതന്മാർ ഏതാണ്ട് എത്തിത്തുടങ്ങിയിരിക്കുന്നു. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ അജ്ഞാതരെ എല്ലാം അയക്കുന്നത് ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ ആരോടെ നേരത്തെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് അടുത്ത കൊലപാതകം കൂടെ നടക്കുന്നു. അപ്പോൾ അവരുടെ ലക്ഷ്യത്തിന് കൂടെ നിൽക്കുന്ന അനുചരന്മാരെ ഉൾപ്പെടെയാണ് കൊല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ തന്നെയാണെന്ന് ആരോപണമായി വീണ്ടും പാകിസ്ഥാൻ വരില്ലേ? പാകിസ്ഥാൻ ഇപ്പോൾ ഈ അജ്ഞാതന്മാർ നടത്തുന്ന ഓപ്പറേഷനുകളെ പറ്റി ഇപ്പോൾ ഭയങ്കര മൗനമാണ്.
മുമ്പ് അവരുടെ വിദേശകാര്യമന്ത്രിയൊക്കെ റോയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ ആരോപിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇത് തീവ്രവാദികളാണ്, തീവ്രവാദികളായി അമേരിക്ക ഉൾപ്പെടെ പ്രത്യേക തരം സ്പെഷ്യൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ട തീവ്രവാദികളാണ് ഈ മസൂദ് അസർ, മറ്റേ ഹാഫിസ് സയ്യിദ് എന്നൊക്കെ പറയുന്നത്. വലിയ തലയ്ക്ക് ഒരുപാട് വിലയൊക്കെ ഇട്ടിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പൊ ഈ IMF-ന്റെ വായ്പയൊക്കെ കൊടുക്കുന്നില്ലേ, കൊടുക്കുമ്പോൾ വെക്കുന്ന പല ഉപാധികളിലൊന്ന് ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഈ മറ്റേ ജെയ്ഷെ മുഹമ്മദ്, മസൂദ് അസർ, പിന്നെ ഹാഫിസ് സയ്യിദിനെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് അറിയില്ല, അയാളിപ്പോൾ കാണാനില്ല, അയാൾ അഫ്ഗാനിസ്ഥാനിലാണെന്നൊക്കെ പാകിസ്ഥാൻ നുണ പറയുമായിരുന്നു. ഇങ്ങനെ ഒസാമ ബിൻ ലാദനെയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ടാണല്ലോ പിന്നെ POK-യിലെ അബൌട്ടാബാദിലല്ലേ അയാളെ ശരിപ്പെടുത്തിയത്. അയാൾക്ക് ജീവിക്കാനുള്ള സ്ഥലവും ഒക്കെ പാകിസ്ഥാനാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ബഹാവൽപൂരിലാണ് മറ്റേ ഹാഫിസ് സയ്യിദ്, അയാൾക്കുള്ള വാഹനം, താമസിക്കാനുള്ള പാർപ്പിടം, ഇതൊക്കെ മറ്റേ ISI ഒരുക്കി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്നിട്ട് 2 മാസം മുമ്പ് ബഹാവൽപൂരിൽ ഇയാൾ ഇന്ത്യക്കെതിരെ യുവാക്കളെ നിങ്ങൾക്ക് നട്ടലില്ലേ എന്നൊക്കെ, അയാളാണെങ്കിൽ മറ്റേ മുംബൈ ആക്രമണത്തിൻ്റെ സൂത്രധാരന്മാരാണ് അവർ, ഈ ഹാഫിസ് സയ്യിദും കൂട്ടരും. ഇപ്പൊ ഇന്നല്ല നാളെ തഹവൂർ റാണയെ മുംബൈ ആക്രമണമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, കൈമാറുന്നുണ്ട്. അപ്പോൾ ചില വഴിത്തിരിവുകളാണ് ഇത്. അപ്പോൾ അജ്ഞാതന്മാർ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് എമ്പുരാനില് പൃഥ്വിരാജിന് പേര് കിട്ടിയ 2 ഭീകരന്മാരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യക്കെതിരായിട്ട് നിന്ന ആളുകളെയൊക്കെ അജ്ഞാതർ തീർത്തുകൊണ്ടേയിരിക്കുന്നു, അതിനിയും തുടരും എന്ന് മനസ്സിലാക്കണം. എന്തായാലും ഒരു 2 ഡസൻ കഴിഞ്ഞു ഇപ്പോൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.